ഇത് ഒരു ലേഡീസ് കമ്പാർട്ട്മെൻറ്റാണ് കേട്ടോ. ഞാൻ കോഴിക്കോട് പോവാണ്. എൻ്റെ വർക്കിന് വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ കണ്ടൊരു കാഴ്ചയാണ്. അത്രയും പുരുഷന്മാർ ഒരുപാട് പേര് അതുവഴി പോകുന്നത് കൊണ്ട് അപ്പുറത്തും ഞാൻ ഇരുന്നതിൻ്റെ ബാക്കിലും ഇരിക്കുന്നത്. മെമു ആണ് ട്രെയിൻ. രാവിലെ 6 മണിയുടെ. എത്ര സ്ത്രീകൾ വന്ന് എഴുന്നേക്കാൻ പറഞ്ഞിട്ട് പോലും അവരവിടുന്ന് എഴുന്നേക്കാതെ അവിടെ നിൽക്കുകയായിരുന്നു കേട്ടോ. നമ്മളെ സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള സുരക്ഷിതത്വം ഇന്നത്തെ ഇന്ത്യൻ റെയിൽവേയിൽ ഉണ്ടെന്ന് പറയാൻ ഞാൻ സമ്മതിച്ചു തരില്ലേ. അങ്ങനെ ഞാൻ കോഴിക്കോട് ഇറങ്ങി കേട്ടോ. കോഴിക്കോട് ഇറങ്ങി അവർ നമ്മൾ പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് വരാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഞാൻ കോഴിക്കോട് ഇങ്ങനെ അല്ലാതെ യാത്ര ചെയ്തിട്ടില്ല. 1ഉം 2ഉം 3ഉം തവണയൊക്കെ പോയിട്ടുണ്ട്. അതും ഏട്ടൻ്റെ ഇവരെയൊക്കെ സഹായത്തോടു കൂടി. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ വർക്കിന് പോകുന്ന സമയത്ത് ആരാണോ വർക്കിന് വിളിച്ചാൽ അവർ ഒന്ന് തന്നെ പിക്ക് ചെയ്യും. അവിടെ എത്തിയപ്പോൾ തന്നെ പുതിയ സ്റ്റാൻഡ് എന്ന് പറഞ്ഞ ബസ് കണ്ടു. ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചപ്പോൾ എത്ര 80 രൂപ അങ്ങനെ എന്തോ പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ ബസ്സിന് കയറി. അപ്പോൾ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നെ വന്ന് പിക്ക് ചെയ്തു കേട്ടോ. നമുക്കിന്നൊരു ഒപ്പനയുടെ വർക്കാണ്. കാര്യം എൻ്റെ കൂടെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായ ഒരു കുട്ടി തന്നെ വിളിച്ചപ്പോൾ അവൾക്കത് ചെയ്യാനറിയില്ല. അവരുടെ കോളേജിലുള്ള പരിപാടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. നമ്മളെത്തിയപ്പോൾ അവരെ ക്ലാസ് റൂമൊന്നും തുറന്നിട്ടില്ല. പക്ഷേ ഉള്ള ടൈം വെച്ച് എങ്ങനെയൊക്കെ മാക്സിമം സ്പീഡിൽ ചെയ്തു കേട്ടോ. ഇന്ന് വൈകുന്നേരം തന്നെ നമുക്ക് ട്രിവാൻഡ്രം പോകണം. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല. 12:30 വർക്ക് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ ഇറങ്ങി. പിന്നെ 1:35 ട്രെയിൻ. അത് വരുന്നവരെ പട്ടി പോസ്റ്റ് ചെയ്തു. പിന്നെ എനിക്ക് റെയിൽവേയിൽ നിന്നൊന്നും കഴിക്കാനും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ 7up വാങ്ങിച്ചു കുടിച്ചു. രാവിലെ തൊട്ട് ഒന്നും കഴിക്കുകയും ചെയ്തില്ല. വെള്ളം മാത്രം കുടിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഒരു 7up വാങ്ങിച്ചു കുടിച്ചു. പിന്നെ ട്രെയിൻ വന്നപ്പോൾ കയറി കേട്ടോ. ഏട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ. താന്നൂരെത്തുക